വി ഡി സതീശൻ ഫാൻസിന് നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. പക്ഷേ പറയാതിരിക്കാൻ ആവില്ലല്ലോ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് എങ്ങനെയെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. MLA-മാരുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. KC വേണുഗോപാലിനായിരുന്നു MLA-മാരുടെ പിന്തുണ. ഹൈക്കമാൻഡും AICC-യും ഒക്കെ ആഗ്രഹിച്ചത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു. പക്ഷേ സതീശൻ ഫാൻസ് എന്ന പേരിൽ മുസ്ലിം ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും സമസ്തയും കളത്തിലിറങ്ങി, നിരത്തിലിറങ്ങി. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് മാറി ചിന്തിക്കേണ്ടി വന്ന ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയാക്കി മാറ്റി. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഹൈക്കമാൻഡിന് വിരുദ്ധമായ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നയത്തിന് വിരുദ്ധമായ നടപടികളാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദാനിയുമായുള്ള സതീശൻ്റെ ബാന്ധവം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറി. അദാനി ഗ്രൂപ്പുമായി സതീശൻ ബന്ധപ്പെട്ടതും അദാനിക്ക് ബെൽജിയം തുറമുഖത്തിൻ്റെ തിട്ടൂരം കൊടുക്കാനുള്ള തീരുമാനമെടുത്തതും ഒക്കെ രാഹുൽ ഗാന്ധിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദാനി ഗ്രൂപ്പിനെ പ്രധാന ശത്രുവായി കാണുന്ന രാഹുൽ ഗാന്ധിയുടെ നയത്തിന് വിരുദ്ധമായാണ് സതീശൻ പ്രവർത്തിക്കുന്നത്. വില കുറഞ്ഞ മദ്യം കേരളത്തിൽ സുലഭമായി ഒഴുക്കാനുള്ള സതീശൻ്റെ തീരുമാനം, അതും കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയത്തിന് തിരിച്ചടിയായി. PM ശ്രീയിൽ ഒപ്പുവയ്ക്കാൻ സതീശൻ തീരുമാനിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചു. ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും കേന്ദ്ര സർക്കാരിന് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു നയമാണ്, ഒരു രീതിയാണ് സതീശൻ. വി ഡി സതീശൻ ഫാൻസിന് നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. പക്ഷേ പറയാതിരിക്കാൻ ആവില്ലല്ലോ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് എങ്ങനെയെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. MLA-മാരുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. KC വേണുഗോപാലിനായിരുന്നു MLA-മാരുടെ പിന്തുണ. ഹൈക്കമാൻഡും AICC-യും ഒക്കെ ആഗ്രഹിച്ചത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു. പക്ഷേ സതീശൻ ഫാൻസ് എന്ന പേരിൽ മുസ്ലിം ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും സമസ്തയും കളത്തിലിറങ്ങി, നിരത്തിലിറങ്ങി. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് മാറി ചിന്തിക്കേണ്ടി വന്ന ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയാക്കി മാറ്റി. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഹൈക്കമാൻഡിന് വിരുദ്ധമായ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നയത്തിന് വിരുദ്ധമായ നടപടികളാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദാനിയുമായുള്ള സതീശൻ്റെ ബാന്ധവം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറി. അദാനി ഗ്രൂപ്പുമായി സതീശൻ ബന്ധപ്പെട്ടതും അദാനിക്ക് ബെൽജിയം തുറമുഖത്തിൻ്റെ തിട്ടൂരം കൊടുക്കാനുള്ള തീരുമാനമെടുത്തതും ഒക്കെ രാഹുൽ ഗാന്ധിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദാനി ഗ്രൂപ്പിനെ പ്രധാന ശത്രുവായി കാണുന്ന രാഹുൽ ഗാന്ധിയുടെ നയത്തിന് വിരുദ്ധമായാണ് സതീശൻ പ്രവർത്തിക്കുന്നത്. വില കുറഞ്ഞ മദ്യം കേരളത്തിൽ സുലഭമായി ഒഴുക്കാനുള്ള സതീശൻ്റെ തീരുമാനം, അതും കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയത്തിന് തിരിച്ചടിയായി. PM ശ്രീയിൽ ഒപ്പുവയ്ക്കാൻ സതീശൻ തീരുമാനിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചു. ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും കേന്ദ്ര സർക്കാരിന് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു നയമാണ്, ഒരു രീതിയാണ് സതീശൻ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ കർണാടക മോഡൽ ഇവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ്. കർണാടകയിൽ സിദ്ധരാമയ്യയ്ക്ക് 2.5 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥാനം ഒഴിയേണ്ടി വന്നു. DK ശിവകുമാറാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി. അതുപോലെ തന്നെ 2.5 വർഷം മാത്രമാണ് സതീശൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ആയുസ്.
2.5 വർഷം കഴിഞ്ഞാൽ സതീശനെ മാറ്റാനുള്ള വഴി തേടുകയാണ് ഹൈക്കമാൻഡ്. സതീശൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. സതീശൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിരാശയുളവാക്കുന്ന വാർത്തയാണത്. 2.5 വർഷം കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. കെ.സി. വേണുഗോപാലിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. കെ.സി. വേണുഗോപാലിനെ AICC ദേശീയ അധ്യക്ഷനാക്കും ഹൈക്കമാൻഡ്. മല്ലികാർജുൻ ഖർഗെ ഒഴിയുന്ന വേളയിൽ കെ.സി. വേണുഗോപാൽ AICC അധ്യക്ഷനാകും. അതിന് അദ്ദേഹം മിടുക്കനാണ്. കോൺഗ്രസിൻ്റെ ഫണ്ടറാണ് കെ.സി. വേണുഗോപാൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം നൽകിയത് കെ.സി. വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിനെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള പോസ്റ്റിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിന്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക് ആവശ്യമാണ്. രാഹുൽ ഗാന്ധിക്ക് കെ.സി. വേണുഗോപാൽ അനിവാര്യമായ ഘടകമാണ് എന്നും എപ്പോഴും. വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം 2.5 വർഷം മാത്രമാണെന്നുള്ളതിനുള്ള തെളിവുകൾ ഹൈക്കമാൻഡ് തന്നെ നൽകിക്കഴിഞ്ഞു. കേരളം ദുരിത പേമാരിയിൽ വിറച്ചപ്പോൾ വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നതും പൊന്നാനിയിൽ പോയി ബിരിയാണി കഴിച്ചതും ഒക്കെ ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിലസുകയാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ കണ്ട സതീശനല്ല ഓരോ ദിവസം കഴിയുന്തോറും കാണുന്ന സതീശൻ. അയാളാകെ മാറുകയാണ്. ഒരു ഏകാധിപതിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അയാൾ. മാത്രമല്ല, പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്നു സതീശൻ. സോഷ്യൽ മീഡിയയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിനുള്ള, സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം പ്രായോഗികമാക്കാൻ ഒരുങ്ങുകയാണ് സതീശൻ. ഈ സാഹചര്യത്തിൽ 2.5 വർഷം സതീശൻ എങ്ങനെയെങ്കിലും ഭരിച്ചോട്ടെ എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ നയം. 2.5 വർഷം കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാനിലൂടെ തിളങ്ങി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കം. സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിലും ഷൈൻ ചെയ്തു നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഓപ്പറേഷൻ തൂഫാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ച ഒരു യത്നമായി, ഒരു നിയോഗമായി, ഒരു ഉദ്യമമായി മാറുകയും, മാത്രമല്ല പോലീസ് സ്റ്റേഷനുകൾ നവീകരിക്കാനുള്ള രമേശ് ചെന്നിത്തലയുടെ തീരുമാനവും ശ്രദ്ധേയമാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ കവച്ചു വയ്ക്കുന്ന പ്രകടനമാണ് രമേശ് ചെന്നിത്തല കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം 2.5 വർഷം കഴിഞ്ഞാൽ രമേശിനെ തേടിയെത്തും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് സതീശനോട് കലിപ്പുണ്ട്. രാഹുൽ ഗാന്ധിക്ക് സതീശനോട് കലിപ്പുണ്ട്. അദാനി ഗ്രൂപ്പും സതീശനും തമ്മിലുള്ള ബന്ധം, അദാനി ഗ്രൂപ്പും സതീശനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടാക്കി മാറ്റിയിരിക്കുന്നു സതീശനെ. കേന്ദ്ര സർക്കാരുമായി സതീശൻ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സതീശൻ ഇപ്പോൾ ഘടകകക്ഷി മന്ത്രിമാർക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല. താൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നൊരു സൂചനയാണ് അയാൾ ഘടകകക്ഷി മന്ത്രിമാർക്ക് നൽകുന്നത്. മുസ്ലിം ലീഗിന്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ തങ്ങൾക്ക് പോലും സതീശനെ എതിർക്കാൻ പറ്റാത്ത അവസ്ഥ. മുസ്ലിം ലീഗ് മന്ത്രിമാർ സതീശന്റെ പിണിയാളുകളായി മാറുന്ന അവസ്ഥ. നട്ടല് നഷ്ടപ്പെട്ട പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുന്നത് മുസ്ലിം ലീഗിലെ അണികൾ വളരെ വേദനയോടെ കാണുന്നു. സതീശൻ കൂടുതൽ കാലം പോകില്ല എന്നുള്ളത് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു. സതീശന്റെ ഓരോ നീക്കവും അപകടമാണ് എന്ന് ഹൈക്കമാൻഡ് ഇപ്പോൾ തിരിച്ചറിയുന്നു. 2.5 വർഷം എങ്ങനെയെങ്കിലും സതീശനെ തള്ളിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ തീരുമാനം.
അത് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുക. കർണാടകയിൽ സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കിയതുപോലെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു ഹൈക്കമാൻഡ്. സതീശൻ ഫാൻസ് സദയം ക്ഷമിക്കുക.